തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധത്തിൽ. ബോംബ് ഭീഷണിയെ തുടർന്ന് റദ്ദാക്കിയ വിമാനത്തിന് പകരം വിമാനം ഏർപ്പെടുത്താത്തതിലാണ് പ്രതിഷേധം. അഖിൽ ഷാ അൻസാർ വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, എന്തുകൊണ്ടാണ് പകരം വിമാനം ഏർപ്പെടുത്താത്തത്? ഔദ്യോഗികമായ സ്ഥിരീകരണം എന്താണ്? ഇപ്പോൾ നാട്ടുകാർ അറിയിക്കുന്നത് എന്താണ്? അനുജ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ യാത്രക്കാരോട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിൽ വിദേശത്തേക്ക് ഉൾപ്പെടെ യാത്ര പോകേണ്ട ആളുകൾ ഉണ്ടായിരുന്നു. അതായത് കൃത്യസമയത്ത് മുംബൈയിലെത്തി അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരുടെ വിമാനവും ഒക്കെ മിസ്സാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ യാത്രക്കാർ അവിടെ നിന്ന് അറിയിക്കുന്നത്. എന്തായാലും അതിന്റെ ഭാഗമായി വലിയൊരു പ്രതിഷേധം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോകുന്ന യാത്രക്കാർക്കുണ്ട്. രാവിലെയുള്ള തിരുവനന്തപുരം മുംബൈ വിമാനമാണ് റദ്ദാക്കിയത്. എയർ ഇന്ത്യ വിമാനമാണ് റദ്ദാക്കിയത്. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന അതേ പ്ലെയിനിലുണ്ടായിരുന്നു, അതേ വിമാനത്തിലുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് തിരിച്ചുള്ള യാത്ര അത് റദ്ദാക്കിയത്. യാത്രയിൽ പോകേണ്ട ആളുകളാണ് ഇപ്പോൾ നിലവിൽ വലിയ പ്രതിസന്ധി നേരിടുന്നത്. എന്തായാലും എയർ ഇന്ത്യ പകരം സംവിധാനം ഒരുക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ വൈകി പോകുന്നു, അല്ലെങ്കിൽ പലർക്കും അവരുടെ അന്താരാഷ്ട്ര യാത്ര അടക്കം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനാണ് ഇപ്പോൾ നിലവിൽ യാത്രക്കാർ പ്രതിഷേധിക്കുന്നത്. അനുജ, ബോംബ് ഭീഷണിയെ തുടർന്ന് വിമാനം റദ്ദാക്കിയതിൽ പകരം സംവിധാനം ഏർപ്പെടുത്താത്തതിലാണ് യാത്രക്കാരുടെ പ്രതിഷേധം.